ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാഴ്സലോണ ഓവറോൾ നന്നായിരുന്നു. അപ്പോൾ ഹാൻസി ഫ്ലിക്ക് ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ബാഴ്സലോണ ത്രൂ ഔട്ട് ദ സീസൺ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോളാണ് കളിക്കുന്നത്. ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗോ അതുപോലെ തന്നെ ഒരുപാട് സക്സസ് ഈ സീസണിലും നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഫോർ ബാഴ്സലോണ ഫാൻസിന് ഇതൊരു സന്തോഷിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തോൽവി നേരത്തെ കിട്ടുന്നത് എല്ലാ ടീമിനും നല്ലതാണ്, പ്രത്യേകിച്ച് ബാഴ്സലോണയ്ക്ക്. കാരണം ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞ സീസണിൽ നോക്കി ഒരുപാട് കളി ജയിച്ചു, നമ്പർ 2 ആയിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ്സിൽ ലിവർപൂളിൽ താഴെയായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അജയ്യമായിട്ടുള്ള ആ ഒരു റണ്ണ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് കോൺഫിഡൻസ് കൂടും. ആ കോൺഫിഡൻസ് എന്ത് ചെയ്യും, ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറും. അങ്ങനെ ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവസാനം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കളിയിൽ ഒരു തോൽവി മതി ആ ടീമിന്റെ മൊത്തം സീസണിനെയും ബാധിക്കാൻ. ആ ഒരു സെമി ഫൈനൽ ലോസ് കാരണം ബാഴ്സലോണ ഹോൾ സീസണിൽ വെറും 2 കപ്പായിട്ട് ചുരുങ്ങുകയുണ്ടായത്. അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം വളരെ സക്സസ്ഫുൾ ആയനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തോൽവി ഇത്രയും നേരത്തെ സീസണിൽ, അതും ഇത്രയും വലിയൊരു ടീമിനോട് ഏറ്റുമുട്ടിയപ്പോൾ സംഭവിച്ചത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഴ്സലോണ ഫാൻസ് ഇതിനെല്ലാം പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്, നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം ഞാൻ കണ്ടത് സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടെന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ഫാൻസ് ആണ്. മാഡ്രിഡ് ഫാൻസ് അതുപോലെ തന്നെ ബാഴ്സലോണ ഹേറ്റേഴ്സ് അവരെല്ലാവരും ആഘോഷിക്കുകയാണ്. കാരണം അവരെല്ലാവരും പറയുന്നത് PSG ഫുൾ ടീം അല്ലാണ്ട് നിങ്ങൾ ജയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അവർക്കും സന്തോഷിക്കാം എന്നാണ് പറയുന്നത്. ഫുട്ബോൾ ഇങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ തോൽക്കും, ഒരാൾ ജയിക്കും. ഓക്കെ, പക്ഷെ ഇത്തവണത്തെ ഈ ഒരു കളിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എല്ലാ ഫുട്ബോൾ ഫാൻസിനും സന്തോഷിക്കാവുന്ന രീതിയിലുള്ള ഒരു മാച്ച് ആണ് നടന്നിട്ടുള്ളതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താന്നുള്ളത് കമന്റിൽ എഴുതി അറിയിക്കുക. ഏത് ടീം ആയിക്കോട്ടെ, നല്ലൊരു ഫുട്ബോൾ ആയിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മാച്ച് വരുന്നത് വരെ വീണ്ടും കാണാം. ബൈ.